ഇത് ഭയങ്കര കലക്കലുള്ള വെള്ളമായിരുന്നു വീട്ടിൽ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. അതെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളതേ നമ്മളെ വീടിന്റെ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അകലോണ്ടാ. നമ്മളെ സുഹൃത്തിന്റെ വീട്ടിലാണ്. സുഹൃത്ത് പറഞ്ഞാൽ പോരണ്ട, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരുണ്ടാ. അപ്പൊ പുള്ളിക്കാരൻ ഇവിടെ ഇല്ല, ആള് ജോലി സ്ഥലത്തുണ്ടാ. അപ്പൊ നമ്മ ഇവിടെ വെക്കാൻ പോണതേ 1354 ടാറ്റയുടെ വെസലുണ്ടാ വെക്കാൻ പോണ്. അപ്പൊ ഇവിടെ നിലവില് ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാട്ടാ. പറയത്തക്ക വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും അയൺ കണ്ടന്റിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ പൈപ്പിലൂടെ വരുമ്പോ അത് നമ്മ അധികം അറിയൂല. ടാങ്കൊക്കെ മോശമാണ്, ഉള്ളു ഭാഗമൊക്കെ മോശമാണ്. അപ്പൊ ഇത് ഫിൽറ്റർ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളൂ. ഓക്കെ, ഈ വെള്ളം നമുക്ക് മാറ്റിയാക്കാട്ടാ. അതെ, നമ്മളെ കംപ്ലീറ്റ് ഫിൽട്രേഷൻ ഒക്കെ കഴിഞ്ഞ് ടേക്ക് വാഷ് ഒക്കെ കഴിഞ്ഞ് ഫിൽറ്ററിൽ ഇട്ടേക്കണ്. ഇതിട്ട് ഇവിടെ മുമ്പുണ്ടായ വെള്ളം, ഇതിന് ഇപ്പൊ നമ്മ പ്യൂരിഫൈ ചെയ്ത് കിട്ടിയ വെള്ളം കേട്ടാ. രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലാവുണ്ടല്ലോ. നമ്മൾ ചിലയിടത്ത് ചെളി വെള്ളമൊക്കെ ആയിരിക്കും എടുക്കുന്നത്, കാരണം കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. പിന്നെ ഇതിന്റെ വ്യത്യാസം നോട്ടത്തിൽ തന്നെ അറിയാട്ടാ. അപ്പൊ ഇവിടെ നമ്മളെ കൂട്ടുകാരന്റെ ഭാര്യ ഉണ്ട്, ആളെ കൊടുക്കുക. ഇത് നിങ്ങളെ വെള്ളം കേട്ടോ, ആദ്യത്തെ ഇതിന് ഫിൽറ്റർ ചെയ്ത് കിട്ടിയ വെള്ളം. അങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇത് ഭയങ്കര കലക്കലുള്ള വെള്ളമായിരുന്നു വീട്ടിൽ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. സന്തോഷായി. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാട്ടാ. ഓക്കെ, ബൈ.